ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കുന്നത് അടിപൊളി ഉള്ളി ഉപ്പിലിട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണമെന്ന് ക്ലിക്ക് ചെയ്യാൻ ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാൻ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്നെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയൊരു കുപ്പിയാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള 3 ഉള്ളി ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ടൊന്ന് കൊണ്ടുവരാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ ഫ്രണ്ടിലെ ബാക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കഴുകി കൊടുന്നതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരുപാട് നൈസും ആക്കരുത്, ഒരുപാട് കട്ടിയിലും ആക്കരുത്. ഒരു മീഡിയം സൈസ് പോലെ വേണം നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ ചെറിയൊരു തിക്കിൽ ഒരുപാട് അങ്ങോട്ട് കട്ടി കൂടാനും പാടില്ല, ആ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലൊരു ഉള്ളി ഉപ്പിലിട്ടതുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ സാധാ ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് മാത്രം മതി. അതുപോലെ തന്നെ നെയ്ച്ചോറ്, ബിരിയാണിയുടെ കൂടെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ സൈഡായിട്ട് നമുക്ക് ഈ സലാഡ് കഴിക്കാം കേട്ടോ. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ ഉള്ളിലൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കട്ട പോലെ ഉണ്ടാവുമല്ലോ, ഉള്ളിയെല്ലാം ഒറ്റ പോലെ ആക്കിയിട്ടെടുക്കണം. ഈ കട്ട കുത്തിരിക്കുന്നതൊക്കെ ഒറ്റ പോലെ ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഉപ്പിലിടാൻ. ഇപ്പോൾ ഞാൻ ഇതുപോലെയൊക്കെ ആക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് ബോട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാൻ നോക്കുക. നമ്മൾ ഉപ്പിലിട്ടതാണെങ്കിലും അതുപോലെ അച്ചാറിടുകയാണെങ്കിലും ഗ്ലാസ് ബോട്ടിൽ ഇടണമായിട്ട് ഏറ്റവും നല്ലത്. ഗ്ലാസ് ബോട്ടിൽ അത്രയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്ലാസ്റ്റിക്കിലിട്ടാൽ മതി. ഏറ്റവും നല്ലത് ഗ്ലാസ് ജാറാണ്. ഇപ്പോൾ ഞാനിതാ ഗ്ലാസ് ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയൊരു കുപ്പി എടുത്തിരിക്കുന്നത്, എനിക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിളപ്പിച്ച് ചൂടാറിയ വെള്ളമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുപ്പി എത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ കുപ്പിയുടെ സൈസ് നോക്കിയിട്ട് നമുക്ക് 1/4 ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചൂടാറിയ വെള്ളമാണ്, പച്ചവെള്ളമല്ല, തിളപ്പിച്ച് ചൂടാറിയ വെള്ളം. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്. അതിന് ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തത് കുരുമുളകാണ് കേട്ടോ. 1 സ്പൂൺ കുരുമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. ബീട്രൂട്ടിൻ്റെ ചെറിയ പീസ് ഇതുപോലെ 3-4 പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീട്രൂട്ട് ഇട്ട് കൊടുക്കണം നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ഇട്ട് കൊടുത്താൽ മതി. ഇടണം ഒറ്റ നിർബന്ധമില്ല കേട്ടോ, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉള്ളി ഉപ്പിലിട്ട് കഴിഞ്ഞാൽ തന്നെ കളറൊന്ന് മാറും. പക്ഷേ ഈ ബീട്രൂട്ടും കൂടി ഇട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറായിരിക്കും നമ്മൾ ഉപ്പിലിട്ടതിന് കാണാൻ കേട്ടോ. കാണാൻ തന്നെ നല്ല രസമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബീട്രൂട്ട് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വിനെഗറാണ്. നമ്മുടെ കുപ്പിയിൽ 1/4 ഭാഗം വെള്ളപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ബാക്കി 1/4 ഭാഗം നമ്മൾ സുർക്ക ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെ കുപ്പി ചെറുതെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് 1/4 ഭാഗം വെള്ളം 1/4 ഭാഗം സുർക്ക ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ചെറിയ കുപ്പി ആയതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി സുർക്ക ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. സുർക്ക ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ബോട്ടിലൊന്ന് അടച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് കുലുക്കി കൊടുത്താലും മതി കേട്ടോ. ഞാൻ ഇപ്പോൾ സ്പൂൺ വെച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അടപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. നമ്മളിത് ഉള്ളിയൊക്കെ ഉപ്പിലിട്ട് കഴിഞ്ഞിട്ട് 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെറ്റായിട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ സെറ്റാകും, അല്ലാതെ ദിവസങ്ങളൊന്നും എടുക്കില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് സെറ്റായി കിട്ടും. ഉള്ളിയല്ലേ. ഞാൻ ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കാനുള്ള സെറ്റായിട്ട് വരും. ഇപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് ഞാൻ പിറ്റേ ദിവസം സെറ്റായതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ സെറ്റിടാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയത് കണ്ടില്ലേ. നമ്മൾ ബീട്രൂട്ടൊക്കെ ഇട്ടുകൊണ്ടല്ലേ നല്ല കളർ ചേഞ്ച് ആവും. അല്ലെങ്കിൽ ഉള്ളി ഒന്ന് കളർ മാറി വരും കേട്ടോ. ബീട്രൂട്ട് ഇല്ലെങ്കിലും നമ്മളെ ഉപ്പിലിട്ടുള്ള ബീട്രൂട്ട് അതിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ, അതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ബീട്രൂട്ടൊന്നും ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ല എന്ന് വിചാരിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, അതുപോലെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ സൈഡായിട്ട് സലാഡൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്ര നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.